ഇന്ന് നമുക്ക് അടിപൊളി ഒരു മലബാർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോക്കാം. അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വളരെ ടേസ്റ്റ് ഉള്ളതുമാണ്. സാധാരണ മലബാർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് ഫ്രൈ ചെയ്യൊന്നും ചെയ്യില്ല. പക്ഷേ നമ്മളിത് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായി നമ്മൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു സ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട്. ചിക്കൻ മസാല ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഗരം മസാല ചേർക്കാം. ചിക്കൻ മസാല ഇടുമ്പോൾ അതൊന്ന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. നന്നായിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർക്കാം. വിനാഗിരി ചേർക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ചൂടായ പാനിലേക്ക് ഒരു 200 മില്ലി ഓയിൽ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് നമുക്ക് 2 വലിയ സവാള സ്ലൈസ് ചെയ്തത് ഇതുപോലെ കനം കുറഞ്ഞരിഞ്ഞത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മളെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. വേണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതെല്ലാം ഒഴിവാക്കാം. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് മാറ്റി വെക്കാം. ബിരിയാണീൻ്റെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ ശരിക്കും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിൻ്റെ അകത്ത് ഇടണം, എന്നാലും അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് അതേ ഓയിലിൽ തന്നെ, അതായത് ഉള്ളി വറുത്ത അതേ ഓയിലിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മളിത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് മുന്നേ പറഞ്ഞിട്ടില്ല. ഇത് കുറച്ച് വലിയ ചിക്കനാണ്, അതുകൊണ്ട് അതിൻ്റെ പീസൊക്കെ കുറച്ച് വലിപ്പധികമുണ്ട്. അതപ്പോൾ കുറച്ചൊരു നല്ലോണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഹൈ ഫ്ലെയിം ആകുമ്പോൾ അതൊന്ന് കരിഞ്ഞു പോകും. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അരി കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. ഒരു 1.5 കപ്പ് അരി ഞാൻ എടുക്കുന്നുണ്ട്. ഇത് എന്താ കൈമ ഗോൾഡ് അങ്ങനെയുള്ളൊരു ഇതാണ്. അങ്ങനെ ഭയങ്കര ബെസ്റ്റ് ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒപ്പിക്കാം അത്ര തന്നെ. അപ്പോൾ അരി നമ്മൾ 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. എപ്പോൾ അരി നല്ല ക്വാളിറ്റിയിൽ നോക്കിയിട്ട് വാങ്ങാൻ ശ്രമിക്കണം. എന്നിട്ട് നമ്മളത് കുറച്ച് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ് കുതിർത്താൽ മതി. അപ്പോഴേക്കും നമ്മളെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കോരി എടുത്തിട്ട് മാറ്റി വെക്കാം. അതിൻ്റെ ബാക്കിയും കൂടി കുറച്ച് ചിക്കൻ പീസുകളുണ്ട്, അതും നമുക്ക് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്താലാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ചിക്കൻ അങ്ങനെ ഒരു മോശമാവും ചെയ്യില്ല. പീസുകളൊന്നും കുറേ ടൈം നമ്മൾ ബിരിയാണി വെച്ചാലും ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ വൈകുന്നേരം ഒരു കുറച്ച് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു 3 സവോള, ഒരു മീഡിയം സൈസ് സവോള അതുപോലെ തന്നെ നേരിയതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് 3 കാണിച്ചിട്ടില്ല. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി, പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളി. ഈ 3 ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും സാധനങ്ങളാണ് അതിൽ ചേർത്തിട്ടുള്ളത്. അത് അതിൻ്റെയും കൂടി ഒരു പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് 2 തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിക്കണം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം ചേർക്കാം. പിന്നെ കുറച്ച് പുതിനയില, ഒരു 5-6 ഇല മതി. കുറച്ച് മല്ലിയിലയും, അത് മല്ലിയില കുറച്ചും കൂടി ഒരു അരപ്പിടി ചേർക്കാം. പിന്നെ അതിലേക്ക് ഒരു 100 ഗ്രാം തൈരും കൂടി ചേർക്കാം. അത്രേ ചേർക്കണ്ടു. 100 മില്ലി, ഗ്രാമല്ല 100 മില്ലി അത്രേ എടുക്കണ്ടു. പിന്നെ ഇത് കുറച്ചല്ലേ ചിക്കൻ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് അളവിൽ തൈര് മതിയാവും. ഇനി നമുക്ക് ആ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ആ മസാല നന്നായിട്ട് മിക്സാകുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. എല്ലാ ഭാഗത്തും ആ മസാല നല്ല പുരണ്ട് വരണം. കാരണം നമ്മൾ അതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് മൂടി അടിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കാം. എന്നാൽ മാത്രമേ ഭാഗം ഒന്ന് ശരിക്കും വെന്ത് കിട്ടുള്ളൂ. ഇനി ഒരു പാത്രം വെച്ചിട്ട് ഞാനിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു 4 വലിയ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 സ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് മുകളിൽ കയറി നിൽക്കണം, എന്നാലും മാത്രം ഉപ്പ് ടേസ്റ്റ് വരണം. അതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിക്കാത്തത്, ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ 3 സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്.
ഇപ്പോൾ വെള്ളം തിളച്ചിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. അരി നല്ല കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിപ്പോൾ നമുക്ക് വെന്തോ എന്ന് നോക്കാം. അരി ഒരു 80% വെന്താൽ മതി. ഇത് പുതിയ അരി ആയത് കാരണം പെട്ടെന്ന് വെന്ത് പോകുന്ന ഒരു അരിയായിരുന്നു. അവർ പറഞ്ഞ ഒരു ടൈം വരെയൊന്നും ഇത് വേവേണ്ടി വന്നിട്ടില്ല. അവർ 10 മുതൽ 15 മിനിറ്റാണ് പറയുന്നത്. പക്ഷേ 7-8 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ അരി വെന്തിട്ടുണ്ട്. ചോറിൽ വെള്ളം പോകാൻ വേണ്ടി നമ്മളൊരു അരിപ്പ പാത്രത്തിൽ ചോറിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ മസാല ഒന്നുകൂടി ഗ്യാസിലേക്ക് എടുത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉള്ളി ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി പുതിനയില മല്ലിയില ചേർക്കുക. അധികം പുതിനയില ചേർക്കണ്ട. പുതിനയിലൻ്റെ ഒരു ചുവ അധികം വരുന്നത് അത്ര ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും പിടിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ വാർത്ത് വെച്ച അരി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ ഫ്രൈ ചെയ്ത ഉള്ളിയെല്ലാം ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടി മല്ലിയിലയും പുതിനയിലും അതിൻ്റെ മോൾ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് കുറച്ചൊരു എസൻസ് ഒരു മൂടിയിൽ കൊള്ളുന്ന അത്ര പോലെ ഒഴിച്ചിട്ടുണ്ട്. ബിരിയാണി എസൻസാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൻ്റെ അകത്ത് ചേർത്തിട്ട് അതും ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. ഈ ചോറിലേക്ക് ഞാൻ അവസാനമായിട്ട് ഒരു 50 മില്ലിയോളം നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ വന്നിട്ടില്ല. ആദ്യം 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ബാക്കി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മിന് വെക്കാം. നമുക്ക് അരമണിക്കൂറും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കത് ഓപ്പൺ ആക്കിയാൽ മതി പാത്രം. അല്ലെങ്കിൽ അതിൻ്റെ ശരിക്കും ഒരു ടേസ്റ്റ് മിക്സിങ് വരില്ല. ഇപ്പോൾ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത്